കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ വാസുദേവ കേശവ ജനാർദ്ദന, ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. മുക്തി തേടിയെത്തിടുന്ന ഭക്തരെ തുണയ്ക്കുവാൻ ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. ആദിയന്തരഹിതനായി കാരണപുരുഷനായി ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. ഗ്ലാനി സംഭവിച്ചിടുന്ന ധർമ്മരക്ഷണത്തിനായി ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. തൂണിലും തുരുമ്പിലും നിറഞ്ഞ സൂക്ഷ്മകായനായി ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. ഘോരമത്സ്യമായി വേദമൊക്കെ വീണ്ടെടുത്തതാം ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. കൂർമ്മമായി മന്ദരത്തെ കടലിൽ നിന്നുയർത്തിയ ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. ശ്രീവരാഹമായി ഭൂമി തേറ്റ കൊണ്ടുയർത്തിയ ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. നാരസിംഹരൂപമായി പ്രഹ്ലാദരക്ഷ ചെയ്തതാം ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. വാമനനായി മാബലിയെ പാതാളത്തിലാഴ്ത്തിയ ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. പരശുരാമനായി ക്ഷത്രിയ ശിരസ്സരിഞ്ഞതാം ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. രാമനായി രാവണനെ കാലനൂർക്കയച്ചൊരി ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. യാദവ കുലത്തിൽ ബലഭദ്രനായി ജനിച്ചൊരി ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ
കൃഷ്ണനായി പിറന്നു പിന്നെ കംസനെ വധിച്ചതാം ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരി ജയ. കൽക്കിയായി കലിയുഗത്തിൽ അവതരിച്ച ജ്യോതിസേ ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരി ജയ. ദിവ്യമാം ദശാവതാര ലീലകൾ മനോഹരം ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരി ജയ. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ശിരസ്. അവിടെ 1000 ഇതിലുള്ള താമരയിലാണ് ദേവി ഇരിക്കുന്നതെന്ന് പറയുന്നത് ശിവനോടൊപ്പം. അപ്പോൾ ആ ദേവിയെ നമ്മൾ സ്മരിക്കുക. ഇനിയിപ്പോൾ ദേവിയുടെ രൂപം നമുക്ക് മനസ്സിലേക്ക് വരുന്നില്ലെങ്കിൽ ഗുരുവായൂരപ്പനെ സ്മരിക്കാം, അല്ലെങ്കിൽ ശിവനെ സ്മരിക്കാം, അല്ലെങ്കിൽ അയ്യപ്പനെ സ്മരിക്കാം. നിങ്ങളുടെ മനസ്സിൽ ഈസി ആയിട്ട് ആരെയാണോ ഉൾക്കൊള്ളാൻ പറ്റുക ആ ഒരു ചിത്രത്തെ മനസ്സിലേക്ക് വെച്ചുകൊണ്ട് നമുക്ക് ഒരു മിനിറ്റ് നേരം ഇരിക്കുക എന്നുള്ളതാണ്. അതിനൊപ്പം നമുക്ക് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സൗകര്യമുള്ള രീതിയിൽ ഇരുന്നതിന് ശേഷം നട്ടെല്ല് നിവർത്തുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നട്ടെല്ല് നിവർത്തുക എന്ന് പറഞ്ഞാൽ ശിരസ് മുമ്പിലേക്കും പിന്നിലേക്കും വളയാൻ പാടില്ല. ശിരസ് നിവർത്തിപ്പിക്കുക, എന്നിട്ട് നമ്മൾ കണ്ണടയ്ക്കുക. അതാണ് പ്രധാനപ്പെട്ടത്. കണ്ണടച്ചതിന് ശേഷം ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് ആരംഭിക്കല്ലേ? എല്ലാവരും കണ്ണടയ്ക്കുമ്പോൾ നമ്മുടെ സെൻട്രൽ ശിരസ് എന്താ ഈ സെൻട്രൽ നേർഭാഗം ശിരസ് മനസ്സിനെ ഏകീകരിക്കാം. ആ മനസ്സെ അവിടെ ഏകീകരിച്ച് മുരേട്ടൻ പറയുന്ന സമയത്ത് അതിനെ പിന്നെ വേറൊരു ചിന്തി കൊടുക്കാൻ പാടില്ല. ആ ഒരു ഒറ്റ ചിന്തയോട് കൂടി അത് ഒരു പോയിന്റിലേക്ക് വരണം. നമ്മൾ ചെയ്യുന്ന കാര്യം ഒരേ പോയിന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തെളിഞ്ഞ് കാണാൻ കഴിയും. അപ്പോൾ ഫസ്റ്റ് മുരേട്ടൻ പറയുന്നത് ഇനി എപ്പോഴും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. ആ കറക്റ്റായിട്ട് ഏകീകരണം നമ്മുടെ മനസ്സിനെ ഇരിക്കുന്നു. അത് നമ്മൾ സങ്കല്പിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാവണം. ദേവി എപ്പോഴും സന്തോഷത്തിൽ ഇരിക്കുന്നവളാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നമ്മുടെ മുഖത്ത് പ്രകടമാകും. അപ്പം എല്ലാവരും പുഞ്ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇത് കഴിയുന്നവരെയും ഇരിക്കാൻ. വേറൊരു ഭാവം നമ്മുടെ മുഖത്ത് ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ മൂക്കിലൂടെ ഉള്ളിലേക്ക് വായുവിനെ എടുക്കാൻ പോവാണ്. വായുവിനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു മനസ്സിലൊരു ചിന്ത വേണം. വെളുത്ത ഒരു പ്രകാശം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് വരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എല്ലാവരും ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അങ്ങനെ എടുത്തിട്ട് അത് അപ്പം തന്നെ വിടേണ്ട. കുറച്ച് നേരം പിടിച്ചു നിർത്തുക. പിടിച്ചു നിർത്തിയതിന് ശേഷം എത്ര സമയം കൊണ്ടാണ് ഉള്ളിലേക്ക് നമ്മളെ വായുവിനെ എടുത്തത് അതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് നമ്മൾ വായ തുറന്നിട്ടാവാം, അല്ലാതെയും ആവാം. വായ നമ്മൾ വായുവിനെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നല്ല ഊർജം, നല്ല ശക്തി, നല്ല ചിന്തകൾ ഉള്ളിലേക്ക് വരുന്നു സങ്കല്പിക്കുക. വായു പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ മലിനമായിട്ടുള്ള ചിന്തകള്, നമ്മുടെ മലിനമായിട്ടുള്ള ഊർജം എല്ലാം പുറത്തേക്ക് കളയുന്നതായിട്ട് വിചാരിക്കും. ഒരു പ്രാവശ്യം കൂടി നമ്മൾ ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. എന്നിട്ട് കുറച്ചു നേരം ഒരു പ്രാവശ്യം കൂടി ദീർഘ ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യം ഉള്ളിലേക്ക് എടുക്കുക, ഒരു സെക്കൻഡ് നേരം പിടിച്ചു നിൽക്കുക, പുറത്തേക്ക് വിടുക. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യാം.
പുഞ്ചിരിച്ച് ധ്യാനത്തിലിരിക്കണം. വാസ്തവത്തിൽ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ അമ്പലത്തിലേക്കും പോകുന്നത്, അല്ലാണ്ട് ധൃതി പിടിച്ച് പുറത്തേക്ക് കിടക്കാനല്ല. ഇപ്പം ഏത് അമ്പലത്തിലും പോയാൽ ഇതേപോലെ കുറച്ചു നേരം ഇരുന്ന് അവിടുത്തെ ദേവനെ അത് പരിപൂർണ വിജയത്തിൽ എത്തിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് നേരം നമ്മളങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ ഇരുന്നിട്ടില്ലെങ്കിൽ വേണ്ട, ഒരു സെക്കൻഡ് നേരം പ്രതീക്ഷിച്ച് നമ്മുടെ ഉള്ളിൽ ആ ദേവൻ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ദേവന് ചെയ്യുന്ന മാനസിക പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി നമുക്ക് സന്ദേശം വന്നുകൊണ്ടിരിക്കും. ഇന്ന കാര്യം ഇന്നത് ഇന്ന സമയത്ത് ഇന്ന മാതിരി എന്നുള്ള സന്ദേശം നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ശരണം മേ തവ ശരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ശരണയുഗം സാംബ സദാ ശിവ ശംഭോ ശങ്കര ശരണം മേ തവ ശരണപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ശരണയുഗം ശരണം മേ തവ ശരണയുഗം ശരണം മേ തവ ശരണയുഗം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു കായേന വാചാ മനസേന്ദ്രിയർവാ യുക്ത്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ നാരായണായേതി സമർപ്പയാമി ശ്രീനാരായണായേതി സമർപ്പയാമി സർവം ശ്രീനാരായണായേതി സമർപ്പയാമി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാരും വാങ്ങിയില്ലേ? അല്ലേ എല്ലാരും റെഡിയല്ലേ? പ്രകാശേട്ട എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു 10 മണിയാകുമ്പോഴേക്ക് ഗ്രൂപ്പിൽ ചേർത്ത് ഗ്രൂപ്പിൽ ചേരുന്നോ?